Hey everyone, നമുക്കറിയാം ഗ്രോത്ത് ഉണ്ടാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ടേക്ക് ആക്ഷൻ എടുക്കണം. പക്ഷേ ആക്ഷൻ എടുത്തിട്ട് ഗ്രോ ചെയ്യാൻ പലർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർക്ക് ക്ലാരിറ്റി ഇല്ല. എന്ത് ചെയ്യണം, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, എങ്ങനെ ടാസ്കുകൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ആർക്കുമില്ല. നമ്മളുടെ എൻ്റെ 24 hours എടുത്ത് നോക്കുക. എൻ്റെ 24 hours ടാസ്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? സോ ഈവൻ വെൻ വി ആർ ടേക്കിംഗ് റെസ്റ്റ് എടുക്കുമ്പോഴും അതും ഒരു ടാസ്ക് ആയിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി വന്നാലും അത് ടാസ്ക് ആയിട്ട് എടുക്കുക. ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ടാസ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനും ഗ്രോ ചെയ്യാനും ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് യൂസിങ് നോഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് എൻ്റെ ടാസ്കെല്ലാം മാനേജ് ചെയ്തപ്പോൾ, ടാസ്ക് ആദ്യം ക്രിയേറ്റ് ചെയ്ത് അത് മാനേജ് ചെയ്തപ്പോൾ ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആക്ഷൻ. ഞാൻ ആക്ഷൻ ഇടാൻ തുടങ്ങി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ എൻ്റെ 24 hours എങ്ങനെ ടാസ്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം, ഒരു ഹൈ ലെവൽ വ്യൂ ഞാൻ തരും. അതിനുശേഷം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു ഡെയിലി ചെക്ക് ലിസ്റ്റ് നോഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, സോ നമ്മളുടെ എൻ്റെ 24 hours എടുത്ത് നോക്കിയാൽ അതിൽ നമ്മളുടെ ടാസ്കിനെ 3 കാറ്റഗറിയായിട്ട് തിരിക്കാം. ഫസ്റ്റ് കാറ്റഗറി ഈസ് ഹാബിറ്റ്, സെക്കൻഡ് കാറ്റഗറി ഈസ് ചെക്ക് ലിസ്റ്റ്, തേർഡ് കാറ്റഗറി ഈസ് പ്രൊജക്റ്റ് ബേസ്ഡ് ടാസ്ക്. ഫസ്റ്റ് കാറ്റഗറി ഹാബിറ്റാണ്. ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ടാസ്ക് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും ഹാഷിം സെക്കൻഡ് ബ്രെയിൻ ലൈഫ് OS ജൂൺ മാസത്തിലേക്കുള്ള ഹാബിറ്റ് ട്രാക്കർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഹാബിറ്റ് ട്രാക്കർ എടുത്ത് നോക്കിയാൽ നമുക്ക് പല ഹാബിറ്റ്സും കറക്റ്റായിട്ട് പോയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. പക്ഷേ പല ഹാബിറ്റ്സും കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. പല ആക്ഷൻസും പല ടാസ്കുകളും നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ടാവും. അതായത് നമുക്ക് റിസൾട്ട് തരുമോ, അല്ലെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ കഴിയുമോ, ചെയ്താലും റിസൾട്ട് കിട്ടും, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്ത കുറേ ടാസ്കുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 times ഫുഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രാവിലെയും ഉച്ചക്കും. വൈകുന്നേരം ഫുഡില്ല. അത് ഹാബിറ്റ് ആക്കാൻ പറ്റുമോ, എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ കഴിയുമോ, അത്രത്തോളം അത് ഹാബിച്വലൈസ് ചെയ്യാൻ കഴിയും, ഹെൽത്ത് വൈസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഹാബിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹാബിറ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ ടാസ്കുകളെല്ലാം ഹാബിറ്റാണ്. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആവും, അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ആവും. ഓക്കെ, നമ്മളിപ്പോൾ ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്തു. ഇനി ഹാബിറ്റ് ഓൾറെഡി ആയ കാര്യം, അതായത് ലൈഫിലോ വർക്കിലോ നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ള ധാരണ കിട്ടിയ ടാസ്കുകൾ, അത് ചെക്ക് ലിസ്റ്റ് ആവും. അതെന്തായാലും സ്കിപ്പ് ചെയ്തുവിടാം. ഡെയിലി അത് ചെയ്തുകൊണ്ടിരിക്കണം. ലൈഫിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം, വർക്കിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. അത് വർക്കിൻ്റെ ഭാഗമാകുമ്പോൾ സ്കിപ്പ് ചെയ്താൽ പല കോൺസിക്വൻസ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്, ചെക്ക് ലിസ്റ്റ്. സോ ദി ഫസ്റ്റ് വൺ ഈസ് ഹാബിറ്റ് ട്രാക്കർ. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിച്ചിട്ട് ഹാബിറ്റ് ബിൽഡ് ചെയ്യാം. രണ്ടാമത്തത്, നമുക്ക് ഓൾറെഡി ഹാബിറ്റ് ആയ കാര്യം, അത് റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ കൺവിക്ഷൻ വന്ന കാര്യങ്ങൾ നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് മാനേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ടാസ്ക് ഉണ്ട്. ടാസ്ക് ഇൻബോക്സ് ഉണ്ട്, ടുഡേയ്സ് ടാസ്ക് ഉണ്ട്, സസ്റ്റെയിനിങ് ടാസ്ക് ഉണ്ട്. സസ്റ്റെയിനിങ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ക്രിയേറ്റ് ചെയ്യുക യൂട്യൂബ് കോണ്ടൻറ്റ് സ്ട്രാറ്റജി, അത് സ്ഥിരമായിട്ട് കോണ്ടൻറ്റ് ക്രിയേഷൻ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ ഇതിൽ തന്നെ മാനേജ് ചെയ്യണം. ഡെയിലി ചെക്ക് ലിസ്റ്റ് ഡെയിലി ചെക്ക് ലിസ്റ്റ് ദർ ഈസ് റിഡൻഡൻറ്റ് ടെക്സ്റ്റ് ഹിയർ. ഡെയിലി ചെക്ക് ലിസ്റ്റ് എന്നും എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡെയിലി ചെക്ക് ലിസ്റ്റ്. ഇംപ്രൂവ് സ്ട്രക്ചർ ഫോർ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, അത് എന്നും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. ഗിവ് ഇവാലുവേഷൻ ഫോർ ദി വൺ ഓൺ വൺ സ്റ്റുഡൻറ്റിന് ഇവാലുവേഷൻ കൊടുക്കേണ്ടത് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം സസ്റ്റെയിനിങ് ആണ്, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു ചെക്ക് ലിസ്റ്റ് രൂപത്തിലാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഇനി പ്രൊജക്റ്റ് ബേസ്ഡ് ടാസ്ക് ഉണ്ടാവും. ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോസിബിൾ ടാസ്ക്, വലിയ ടാസ്ക്, അതിന് എത്ര ടൈം എടുക്കുമെന്ന് നമുക്കറിയുണ്ടാവില്ല, അതെങ്ങനെ ചെയ്യുന്നു നമുക്കറിയില്ല. അങ്ങനത്തെ ടാസ്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്തിട്ട് ജോബ് ലാൻഡ് ചെയ്യണമെന്ന് കരുതിക്കോളി. അത് എങ്ങനെ ചെയ്യുന്നത് എനിക്ക് വ്യക്തമായ ധാരണയില്ല, അതിനെത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. അതാണ് പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ കീഴിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും. അത് ലൈവായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ടാസ്കുകളായിരിക്കും. അതാണ് തേർഡ്
ടൈപ്പ് ഓഫ് ടാസ്ക്. ഇപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഹാബിറ്റാണ്. നമ്മൾ ഒരു കാര്യം ഹാബിച്വലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഹാബിറ്റിൽ ഉൾപ്പെടുക. മാക്സിമം ഒരു 4 ഹാബിറ്റ്സ് മതി ഒരാൾക്ക് അറ്റ് എ ടൈം ഒരു മന്തിൽ. അത് ഹാബിറ്റായി കഴിഞ്ഞാൽ അത് ചെക്ക് ലിസ്റ്റ് ആവും. ഹാബിറ്റായി കഴിഞ്ഞാൽ അത് വർക്കിലോ ലൈഫിലോ നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ധാരണ ഉണ്ടാവും. അപ്പോൾ അത് ചെക്ക് ലിസ്റ്റ് ആക്കുക. വർക്കിലായാലും ഒരു ചെക്ക് ലിസ്റ്റ് മിസ് ചെയ്താൽ, അതിലേതെങ്കിലും ആക്ടിവിറ്റീസ് മിസ് ചെയ്താൽ അത് കോൺസിക്വൻസ് ഉണ്ടാക്കും. അപ്പോൾ മിസ് ചെയ്തിടുക. അതുകൊണ്ട് ചെക്ക് ലിസ്റ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് ഓരോന്നും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി മുന്നോട്ട് പോകുക. അതാണ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നോഷൻ ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് എൻ്റെ ഈ ഡെയിലി ചെക്ക് ലിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഡെയിലി ചെക്ക് ലിസ്റ്റ് ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റാണ്. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ ഒരു ബട്ടൺ ടുഡേയ്സ് ഡെയിലി ചെക്ക് ലിസ്റ്റ് എന്നാണ് ബട്ടൻ്റെ പേര്. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ടുഡേ ഇന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാനുള്ളതാണ് ഇതെല്ലാം ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ചെയ്തിങ്ങനെ പോവാണ്. ഓരോരോ ടൈം ആയപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇവിടെ ഇത് നോക്കിയാൽ ബിഫോർ 2 PM 2 PM മുമ്പ് ചെയ്യേണ്ട ടാസ്കുകളാണ് ഈ കാണുന്നതെല്ലാം. 5:30 മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കാണുന്നത്. 6 o'clock മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. 7:15 മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്തിങ്ങനെ പോയി എന്ന് കരുതുക. എന്നിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. എന്നിട്ട് നാളത്തെ ദിവസം നമുക്ക് ഇതേപോലത്തെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. അതിന് സിംപ്ലി ഈ ഒരു ടുഡേയ്സ് ഡെയിലി ചെക്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ടുഡേ എന്നുള്ള രീതിയിൽ ഇവിടെ സെയിം ചെക്ക് ലിസ്റ്റ് വീണ്ടും പോപ്പുലേറ്റ് ആവും. ഇങ്ങനെ പോപ്പുലേറ്റ് ആയതിൽ പിന്നെയും നമുക്ക് സുഖമായിട്ട് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് രണ്ടാമതൊരു പ്രാവശ്യം ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ക്ലിക്ക് ചെയ്യുക, ചെയ്തു പോവാം. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ മിസ്സായാൽ കോൺസിക്വൻസ് ഉണ്ടാവും. ഇതിലൊരു ടാസ്ക് മിസ്സായിക്കൂടാ. ദിസ് ഈസ് ഹൗ വി ബിഹേവ് പ്രൊഫഷണലി. ഓക്കെ, ഈ ചെക്ക് ലിസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഞാൻ സ്ക്രോൾ ചെയ്യാണ്. ഇവിടെ ഓരോ ദിവസവും ചെക്ക് ലിസ്റ്റ് ഞാൻ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വേറൊരു പേജ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കാം, ഒരു ട്യൂട്ടോറിയൽ പേജ്. സോ ഇവിടെ ഞാനൊരു ട്യൂട്ടോറിയൽ പേജ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു ഫ്രഷ് പേജ് തന്നെ ഉണ്ടാക്കാം. ഇവിടെ എൻ്റെ സെക്കൻഡ് ബ്രെയിൻ റീസെൻറ്റ് നമുക്കൊരു പുതിയ പേജ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ചെക്ക് ലിസ്റ്റ് എങ്ങനെ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതിനുള്ളിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പ്രൈവറ്റിൻ്റെ ഉള്ളിലൊരു പുതിയ പേജ് ഉണ്ടാക്കുന്നത് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി, ന്യൂ പേജ്. എന്നിട്ട് ഡെയിലി ചെക്ക് ലിസ്റ്റ് എന്ന് ഞാനൊരു നെയിം എടുക്കുകയാണ്. ഡെയിലി ചെക്ക് ലിസ്റ്റ്, അതിനൊരു ഐക്കണും കൊടുക്കാം. ഓക്കെ, ചെക്ക് ലിസ്റ്റ് ഐക്കൺ, ഇതാണ് എൻ്റെ ചെക്ക് ലിസ്റ്റ്. എന്നിട്ട് ഞാൻ ഒരു // ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. // ബട്ടൺ കീബോർഡിൽ പ്രസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ബ്ലോക്കാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് വീണ്ടും ചോദിക്കും. അപ്പോൾ ഞാൻ പറയാണ് ഞാൻ പറയാണ് എനിക്ക് ചെക്ക് ലിസ്റ്റാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇന്ന് എനിക്ക് രാവിലെ ഞാനൊരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള. ബ്രഷ് മൈ ടീത്ത്. ഇത് ഓൾറെഡി ഹാബിറ്റ് ആയതാണ്, എന്നാലും ഞാൻ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ പോപ്പുലേറ്റ് ചെയ്യാണ്. ബ്രഷ് മൈ ടീത്ത്, ടേക്ക് ബാത്ത്, സ്റ്റാർട്ട് ടു exercise, do exercise, do ഷാഡോ ജിം. ഇത് എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്ന് കരുതുക. ഇതൊന്നും മോർണിംഗിൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ ഇതേ ദിവസം വരുമ്പോൾ നമ്മൾ ഇതേപോലെ ടൈപ്പ് ചെയ്യേ അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ വേണം. ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സെയിം ഇഷ്യൂ ബട്ടൺ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുക? ഇതെല്ലാം അൺചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു // കീബോർഡിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഏത് ടൈപ്പ് ബ്ലോക്കാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചോദിക്കും. അപ്പോൾ ബട്ടൺ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ബട്ടൺ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബട്ടൻ്റെ പേര് നമുക്ക് ഒരു നല്ലൊരു പേര്, മീനിങ് പേര് നമുക്ക് കൊടുക്കാം. എന്താ മീനിങ് പേര്? ടുഡേയ്സ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ടുഡേയ്സ് ചെക്ക് ലിസ്റ്റ് എന്നുള്ള ബട്ടൺ കണ്ടാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ടുഡേയ്സ് ചെക്ക് ലിസ്റ്റ് പോപ്പുലേറ്റ് ആവണം. ദാറ്റ് ഈസ് അവർ ഗോൾ. ഓക്കെ,
ടുഡേയ്സ് ചെക്ക് ലിസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സോ വെൻ ബട്ടൺ ക്ലിക്ക്ഡ്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ആക്ഷനാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വെൻ ബട്ടൺ ക്ലിക്ക്ഡ് ഡു ദിസ് വൺ, ഒരു ന്യൂ ആക്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്യണം. ഇവിടെ പ്രസ് ചെയ്താൽ ഇൻസേർട്ട് ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. വേറെ പല ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ ഇൻസേർട്ട് ബ്ലോക്ക് ചെയ്യാൻ പോകണം. ഒരു ബ്ലോക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. ആ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ബ്ലോക്ക് ക്ലിക്ക് ചെയ്തു. ഇനി ഏത് ടൈപ്പ് ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ വീണ്ടും /key കീബോർഡിൽ പ്രസ് ചെയ്തപ്പോൾ ഏത് ടൈപ്പ് ബ്ലോക്കാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഞാൻ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൽ ഡേറ്റ് ഓർ റിമൈൻഡർ എന്ന് കാണിച്ചു. ഇത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ ടുഡേ, നൗ ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് വരാം. അപ്പോൾ ടുഡേ, ഡേറ്റ്, വെൻ ഡ്യൂപ്ലിക്കേറ്റഡ്, ഈ ടുഡേ എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ് ഇവിടെ പോപ്പുലേറ്റ് ചെയ്യും. അതിൻ്റെ താഴെ നമുക്ക് അത് മാത്രം പോരാ, നമ്മൾക്ക് ഇന്നത്തെ ചെക്ക് ലിസ്റ്റും കൂടി അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഏത് ചെക്ക് ലിസ്റ്റാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ആ ബ്ലോക്കെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ടുഡേ എന്നുള്ള ആ ഡേറ്റും വരും. അതിൻ്റെ താഴെ നമുക്ക് ഇന്ന് രാവിലെ ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റുകളെല്ലാം പോപ്പുലേറ്റ് ആവും. സോ ഇനി ഈ ഒരു ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൺ അടിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ചെക്ക് ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ബട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വന്നിട്ട് ഈ ഒരു ടുഡേയ്സ് ചെക്ക് ലിസ്റ്റ് പ്രസ് ചെയ്യാൻ പോവാണ്. പ്രസ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റും അതുപോലെ തന്നെ ഇന്നെന്തെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതും ഇവിടെ പോപ്പുലേറ്റ് ചെയ്യും. ഇനി ഞാൻ ബ്രഷ് ചെയ്തു, ഞാൻ കുളിച്ചു, എക്സസൈസ് ചെയ്തു, ഡു ഷാഡോ ജിം അത് ചെയ്തു, ഡു ടൈപ്പിംഗ് പ്രാക്ടീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത്. സോ ഇനി നാളെ നോക്കിയാൽ മതി. നാളെ ഇതേ പേജിലേക്ക് വരിക. ഇതേ പേജിലേക്ക് വന്നതിന് ശേഷം ടുഡേയ്സ് ചെക്ക് ലിസ്റ്റ് അടിക്കുക. അപ്പോൾ നാളേക്കുള്ള, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് ഇന്ന് തന്നെ ആയതുകൊണ്ടാണ് ടുഡേ കാണിക്കുന്നത്. നാളെ ആകുമ്പോൾ ഇവിടെ യെസ്റ്റർഡേ എന്ന് കാണിക്കും, ഇവിടെ ടുഡേ എന്ന് കാണിക്കും. മറ്റന്നാളാകുമ്പോൾ ഇവിടെ ഡേ ബിഫോർ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഡേറ്റ് കാണിക്കും. ഇതിന് പകരം ഡേറ്റ് കാണിക്കും. ഇവിടെ യെസ്റ്റർഡേ കാണിക്കും, നാളത്തേൽ ടുഡേ എന്ന് കാണിക്കും. ഈ രീതിയിൽ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഈ ഒരു സിംഗിൾ പേജിൽ ഈ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് ഡെയിലി മാനേജ് ചെയ്യാം. ഇതൊരു സിമ്പിൾ സാധനമാണ്. നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യുക, നമുക്കൊരുപാട് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് പോലെ നിർബന്ധമാണ്. അത് മിസ്സായാൽ കോൺസിക്വൻസ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ പോപ്പുലേറ്റ് ആയതിന് ശേഷം നമുക്ക് ഓരോന്ന് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. മേ ബി നിങ്ങളിപ്പോൾ ബിസിനസ്സിലോ വർക്കിലോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മിസ്സായി പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ മിസ്സായി പോകുന്ന ആ സംഭവം ഈ ഒരു കാര്യം ചെയ്താൽ ഉണ്ടാവുകയില്ല. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു സിമ്പിൾ ചെക്ക് ലിസ്റ്റാണ്. ഓക്കെ, ഹാബിറ്റ് ട്രാക്കർ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ഹാബിറ്റിനെ ഫോളോ ചെയ്യണം, എങ്ങനെ ഹാബിറ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഹാബിറ്റ് ഓൾറെഡി നമുക്ക് ആംബിഗ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇല്ലാത്തൊരു സംഭവം, ഇല്ലാത്തൊരു ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്നത്. അതിന് ഹാബിറ്റ് ട്രാക്കർ നമുക്ക് ഫോളോ ചെയ്യാം. 1 month എക്സ്പെരിമെൻറ്റ്. ഡെയിലി ചെക്ക് ലിസ്റ്റിലേക്ക് വന്നാൽ എന്നും എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും എന്ന് ഏകദേശം നമുക്ക് ധാരണ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഡെയിലി ചെക്ക് ലിസ്റ്റിൽ ചെയ്യാം. ഇനി പ്രൊജക്റ്റ് ബേസ്ഡ് ടാസ്കും കൂടി ഉണ്ട്. അതായത് നമുക്ക് അറിയില്ല എങ്ങനെ ചെയ്യുന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ ടാസ്കുകളാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. അതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാം. സോ ടുഡേ വാട്ട് യു നീഡ് ടു ഡു ഈസ് you create a daily checklist using Notion. Create a button. When you press the button, the daily checklist should be populated and you should be able to check each and every checklist item. And going forward, you will never forget doing any of the task, any of the checklist item, any of the daily routine that you must follow that is going to give you result. What you do is, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോഷൻ തുറക്കുക, ഈ കാര്യങ്ങളെല്ലാം അതേപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കുക. റിസൾട്ട് തരുന്ന ഏകദേശം ഉറപ്പുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. വി നീഡ് ടു ക്രിയേറ്റ് സിസ്റ്റംസ് ടു
ഡു ആക്ച്വലി റിമാർക്കബിൾ തിങ്സ്. ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ മോട്ടിവേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്കിൽ നിന്നുള്ള പുഷോ അതൊന്നും വേണ്ട. വി ക്രിയേറ്റ് അവർ ഓൺ റൂൾസ്. നമ്മളുടെ റൂൾസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. സോ apply this method and be productive. Okay, all the best.